അപ്പോൾ നമ്മുടെ അമ്മ കുടുംബ സംഗമ പ്രാക്ടീസ് സെഷന്റെ ഇടയിൽ നിന്ന് ബീന ചേച്ചിനെയാണ് നമുക്കിന്ന് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് അല്ലേ? ഹായ്, ഹലോ, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ ചേച്ചി. കണ്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഫസ്റ്റ് ഓഫ് ഓൾ. അതെ അതെ, ഭയങ്കര എക്സൈറ്റഡ് ആണ് ആക്ച്വലി ഞാൻ. ഇപ്പം ഒരു കുടുംബ സംഗമം, അമ്മയുടെ ഭാഗത്തുനിന്ന് ഒരു കുടുംബ സംഗമമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ചേച്ചിയൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ട് ഈ ഫീൽഡിലുള്ള ആളാണ്. അമ്മ തുടങ്ങിയ അന്ന് ജോയിൻ ചെയ്ത ആളാണ് ഞാനും ദസ്നിയൊക്കെ. ഫസ്റ്റ് ഞങ്ങൾ തുടങ്ങിയ അന്ന് ഇന്നത്തെ ഷോയിൽ അന്ന് 3 ട്രിവാൻഡ്രത്തും എറണാകുളത്തും കോഴിക്കോടൊക്കെയുള്ള ഷോയിൽ തുടങ്ങി അമ്മയോടൊപ്പം സഞ്ചരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളൊക്കെ. ഏകദേശം 33-34 വർഷമായി. ചേച്ചി ആക്ച്വലി ആ ജോയിനിങ് ഡേ ഓർക്കുന്നുണ്ടോ? അതൊത്തിരി ഒരു ടെൻഷൻ ഡേ ആയിരുന്നു. കാരണം ഞാൻ ആക്ച്വലി എന്താണ്, ഞങ്ങൾ മാണിക്കച്ചമ്പഴക്കാന്ന് പറഞ്ഞൊരു ഷൂട്ടിംഗ് സമയത്താണ് പറഞ്ഞത്. അപ്പോൾ വേണുചേട്ടൻ ഒക്കെ ഉണ്ട്, ലളിത ചേട്ടൻ മോളായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്, മുകേഷ് ചേട്ടൻ്റെ പെങ്ങള്. അപ്പം അതിലേ ഞങ്ങൾ ഡിസ്കഷനാണ്. അപ്പോൾ ഉടനെ തന്നെ തുടങ്ങും. അപ്പം നമ്മൾ റിഹേഴ്സൽ കുറേ ദിവസം റിഹേഴ്സലൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ജോയിൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അപ്പം വേണുചേട്ടനോട് ചോദിച്ചു, ഞാൻ വേണുചേട്ടൻ എന്ന് തുടങ്ങണം, ഞങ്ങൾ എന്ന് വരണം? അതൊക്കെ വന്നോളൂ, നമുക്ക് തുടങ്ങണല്ലേ ഉള്ളൂ, വരണു എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ പോയി. അപ്പോഴാണ് എൻ്റെ അപ്പച്ചന് പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിപ്പോയി. എനിക്ക് പോകണ്ട അന്ന് ആകെ ടെൻഷനായി ഞാൻ. എന്നിട്ട് അപ്പച്ചനെ പിറ്റേ ദിവസവും ഡിസ്ചാർജ് ചെയ്തു. അത് കഴിഞ്ഞ് അന്ന് രാത്രിയാണ് ഞാൻ അമ്മച്ചിയെ കൂടി പുറപ്പെടുന്നത്. ഞങ്ങൾ രാവിലെ അവിടെ ചെല്ലുമ്പോൾ അവിടെ ലാലേട്ടൻ, മമ്മൂക്ക, സുരേഷ് ഏട്ടൻ എല്ലാവരും ഇങ്ങനെ ഇരിക്കുക. ഞാൻ പതുങ്ങി ഇങ്ങനെ ചെന്നപ്പോഴേക്കും അവരൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്തു, എന്താണ് ഇന്നലെ വരാൻ എന്താന്നൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു, അല്ല അത് ഞാൻ അപ്പച്ചന് വയ്യായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇത്രയും ആൾക്കാർ ഇവിടെ ആലോചിച്ച് നോക്ക്, മമ്മൂക്ക, ഇവര് ലാലേട്ടൻ, സുരേഷ് ഗോപി, എല്ലാവരും സുകുമാരി അമ്മ എല്ലാവരും ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വയ്യാത്തോണ്ടാണ്. അപ്പം എനിക്ക് ഭയങ്കര പേടി. അന്നൊക്കെ ഞാനൊക്കെ തുടക്കമാണല്ലോ, ഇങ്ങനെ കരഞ്ഞൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, ആ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു സുചി, ഇത്രയും ബീനയായിരുന്നു അതിൻ്റെ അകത്ത്. ഞാൻ മറ്റേതാണ് രാമായണക്കാറ്റ്, അതൊക്കെ ഞങ്ങൾ റിഹേഴ്സലൊക്കെ കഴിഞ്ഞു, എന്തൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാനിങ്ങനെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ മമ്മൂക്ക വന്നിട്ട്, അവള് കാര്യം പറഞ്ഞല്ലോ, അവളുടെ അച്ഛന് കയറി പോ എന്ന് പറഞ്ഞിട്ട് മമ്മൂക്കയുടെ ഒരു സ്റ്റൈലുണ്ടല്ലോ, എന്താണ് അതിലൊരു സ്നേഹവും ഒരു എൻ്റെ തന്നെ ഞങ്ങൾ കണ്ണു നിറഞ്ഞിങ്ങനെ. പക്ഷെ ടെൻഷനായിപ്പോയി പെട്ടെന്ന്. എന്ന് വെച്ചാൽ ശരിയാണ്, ഇത്രയും വലിയ സൂപ്പർ സ്റ്റാർസും ഒക്കെ നേരത്തെ വന്ന് തുടങ്ങി. അപ്പം ഞാൻ പോലത്തെ ഒരു ചെറിയ ആർട്ടിസ്റ്റ് ലേറ്റ് ആയിട്ട് വരുമ്പോൾ അതിൻ്റെതായ ഒരു പക്ഷെ അപ്പോൾ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ദൈവം വന്ന് പറയണവരെ മമ്മൂക്ക അന്ന് അല്ല, അതിന് മുന്നേ തുടങ്ങി ഞാൻ ഭയങ്കര കട്ടന എല്ലാവരുടെയും ആണല്ലോ അല്ലെ. ഓഫ് കോഴ്സ് നമുക്ക് എല്ലാവരും അവരൊക്കെ നമ്മുടെ എന്താ പറയുക ഏറ്റവും വലിയ മലയാളത്തിന്റെ നിധികളല്ലേ. അപ്പം അതാണ് എൻ്റെ തുടക്കം അന്ന്. പക്ഷെ അതിനുശേഷം ഞങ്ങൾ ഒപ്പന എന്തൊക്കെയോ ചെയ്തു ഞങ്ങൾ, കുറേ നല്ലതായിരുന്നു. അത് ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ ഓക്കെ യാത്രയും ഞങ്ങളുടെ അവിടെ നിന്നുള്ള യാത്രയൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ശോഭന ചേച്ചി ഒക്കെ ഉണ്ടായിരുന്നു അന്ന്. ഇത് രസമായിരുന്നു. ഞങ്ങൾ ഇടയ്ക്ക് ഫുഡ് കഴിക്കുന്നതും അത് ഭയങ്കര ലോങ് ജേർണി ആണല്ലേ. പിന്നെ ഇത്രയും വർഷം ഞാൻ ആകെ അമ്മയുടെ മീറ്റിങ്ങിന് വരാത്തത് ഞാൻ ഡെലിവറി കഴിഞ്ഞെടുക്കുന്ന ആ ഒരു വർഷം. ബാക്കി ഈ ലോകത്ത് എവിടെയാണെങ്കിലും ഞാൻ മീറ്റിങ്ങിന് വരും. ഒരിക്കലും ഞാൻ മിസ് ചെയ്യാറില്ല. എനിക്ക് കാരണം ഒരു വർഷത്തിൽ നമ്മൾ എല്ലാവരെയും കാണുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര. അപ്പൊ അതിനേക്കാളും 10 ഇരട്ടി 100 ഇരട്ടി സന്തോഷമാണ് ഇന്ന്. കാരണം കുടുംബ സംഗമം ഇന്ന് വരെ നമ്മുടെ ചരിത്രത്തിൽ ആർക്കും കിട്ടാത്തൊരു ഭാഗ്യം. കാരണം നമ്മളൊക്കെ ആണെങ്കിലും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമല്ലേ എല്ലാവരും ഒന്ന് കാണണം, നമ്മുടെ ഫാമിലി ആയിട്ട് നിന്ന്. പക്ഷെ അവരൊക്കെ ദൂരെ നിന്ന് തന്നെയാണ് എപ്പോഴും കാണണം. നമ്മുടെ പോലെയുള്ളൊരു ഇത് അവർക്ക് കിട്ടാറില്ല. അപ്പം അതൊരു വലിയ ഗോൾഡൻ ചാൻസ് ആണ് നമ്മുടെ ഫാമിലിക്ക് എല്ലാവർക്കും. ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിൽ എക്സൈറ്റ്മെന്റിലുമാണ്. ഇത്തവണ എന്തൊക്കെയാണ് ചേച്ചിയുടെ പരിപാടികൾ? ഞാനിന്ന് ഡാൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങള് ടഗ് ഓഫ് വാറിനുണ്ട്. പിന്നെ ഞങ്ങൾ കുക്കിംഗ് ഉണ്ട്. ഞാനും ദസ്നിയും മഹിമയും ബിന്ദു പണിക്കരും ഞങ്ങളാണ് ഒരു കുക്കിംഗ് ടീം. അപ്പൊ ഇന്ന് പൊളിക്കും, ഞങ്ങൾ പ്രാവശ്യം പൊളിക്കും. പിന്നെ എല്ലാത്തിലും നമ്മൾ ഫുൾ ടൈം ഇതിലുണ്ടാവും അവിടെ. ഞാൻ എല്ലാത്തിനും ലീവ് എടുത്ത് 5-ാം തീയതി വരെ ഒരു പരിപാടിക്ക് കൊടുത്തിട്ടില്ല. ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ യൂണിയൻ പോലെ തന്നെ ഞങ്ങൾ ഓഡിയൻസും ഈ പറഞ്ഞ പോലെ അമ്മയുടെ ഒരു റീയൂണിയൻ കാണാൻ വേണ്ടി എപ്പോഴും പിന്നെ എല്ലാവർക്കും എത്ര ഇഷ്ടമാണ്. നമ്മളിപ്പോ ഇതൊക്കെ കഴിഞ്ഞ് മീറ്റിംഗ് ഒക്കെ ചെന്ന് ചെല്ലുമ്പോഴും എല്ലാവർക്കും അറിയാനും പുറത്ത് പബ്ലിക് ആണെങ്കിലും എപ്പോഴും നമ്മൾ, കാരണം നമ്മൾ സ്നേഹിക്കുന്നവരല്ലേ, നമ്മുടെ പബ്ലിക്കൊക്കെ ഇത്രയും കഥാപാത്രങ്ങൾ ചെയ്ത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പ്രതിഷ്ഠിച്ച ആൾക്കാരല്ലേ ഇവരൊക്കെ അല്ലേ. ഞാനടക്കം ഞാൻ ഞാൻ സ്നേഹിക്കുന്ന എത്രയോ, നമ്മൾ എന്താണ് മനസ്സിലിങ്ങനെ ആരാധിക്കുന്ന എത്രയോ ലെജൻഡ്സ് ഉണ്ട് നമ്മുടെ. അപ്പോൾ അതൊന്നും പറഞ്ഞാൽ പബ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കരമായൊരു ബ്ലെസ്ഡ് മൊമെന്റ് ആയിരിക്കും അത് കാണുകയും. അത് നമ്മുടെ ഈ ഒരു എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് അഭിനയങ്ങളോ അത് വേറെ ഒന്നുമില്ലല്ലോ, ഒഫീഷ്യലി അല്ല, കുടുംബമാണ്. കുടുംബയോ നമ്മുടെ ഫാമിലി നമ്മൾ കൂടണു, അടിച്ചു പൊളിക്കുന്നു. അതാണ് ആ ഒരു വൈബായിരിക്കും എല്ലാവർക്കും. ഞങ്ങൾ തന്നെ ആക്ച്വലി ഞങ്ങളാണ് ഡിജിറ്റൽ
ഡിജിറ്റൽ പാർട്ട്നേഴ്സ് എന്ന് അറിഞ്ഞപ്പോ തൊട്ട് ഭയങ്കര പ്രിപ്പറേഷൻ ആണ്. അപ്പൊ നിങ്ങളുടെ കാര്യം ഞാൻ ചിന്തിക്കാൻ അതന്നെ. അപ്പൊ ആലോചിച്ചേക്കാം, നമ്മൾ അതിന്റെ ഉള്ളിലിരിക്കുന്ന നമുക്ക് എത്ര എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. അത്രേ ഉള്ളൂ, അതാണ്. അപ്പൊ ഒരു നാളെയാണ് ഇതിന്റെ കലാശക്കൊട്ടായിട്ട്. നാളെയാണ്. ഞങ്ങളൊക്കെ ഇന്നലെ ഇന്നുമായിട്ട് ഇവിടെ എല്ലാവരും റിഹേഴ്സൽ കണ്ടില്ല, എല്ലാവരും തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഏറ്റവും ഗംഭീരാക്കാൻ വേണ്ടി എല്ലാവരുടെയും 100% എല്ലാവരും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു വിശേഷം പ്രത്യേകം പറയുന്നുണ്ട്. കാരണം മനു സത്യം പറഞ്ഞ ഇതുവരെ ഇതിന്റെ അകത്ത് അംഗത്വം എടുത്തിട്ടില്ല. അതൊരു ഭയങ്കര സങ്കടമായിട്ട് എനിക്കിപ്പോ തോന്നുന്നത്. മനു മറ്റേ ഫഫ്കയിലൊക്കെ ഉണ്ട്, കാരണം ഡബിങ് ഒരുപാട് ചെയ്യുന്ന ആളാണല്ലോ. അപ്പൊ കുറച്ച് ക്യാരക്ടേഴ്സ് മനു ചെയ്തിട്ടുണ്ട്. ട്രാഫിക്കൊക്കെ നല്ല ചെയ്തിട്ടുണ്ട് വേഷമൊക്കെ. അന്ന് ഞാൻ പറയുമ്പോൾ പുള്ളി അറിയില്ല, എനിക്ക് കുറച്ചും കൂടി നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്, എനിക്ക് അംഗത്വം എടുക്കാന്ന് പറഞ്ഞ് ഇങ്ങനെ പതുക്കെ ഒന്ന് പിൻവലിഞ്ഞ് നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് പുള്ളി പറയണത് വേണ്ട, ഞാൻ അംഗമായിട്ട് വരാം. ഞാനിപ്പോ നിന്റെ ഹസ്ബൻഡായിട്ട് മാത്രം എനിക്ക് അവിടെ വന്ന് നിൽക്കാൻ ഭയങ്കര കാരണം ഒരു ആക്ടർ അല്ലേ. അപ്പൊ ഞാനൊരു അംഗമായിട്ട് നിൽക്കുമ്പോഴേ എനിക്ക് അതിന്റെ ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് പുള്ളി വരുന്നില്ല. ഫുൾ സപ്പോർട്ട് ഉണ്ട്. മോൻ ഉണ്ടാവും, സിസ്റ്റർ ഉണ്ടാവും, അമ്മയുടെ അനുജത്തി ഉണ്ട്, അങ്ങനെ എന്റെ കസിൻ സിസ്റ്റർ, അങ്ങനെ ഇത്രയും പേരുണ്ടാവും. ഓക്കെ. അപ്പൊ ചേച്ചിയുടെ വക രണ്ട് പാട്ട്, ഒരു പാട്ട്, ഒരു 2 വരി പാട്ട് പാടാം കേട്ടോ. ഞാൻ രണ്ടുപേരും പറയാൻ വന്നു എന്റെ നാക്ക്. നമ്മള് വലിയ പാട്ടുകാരൊന്നുമല്ല, എന്നാലും വെറുതെ ഒരു സന്തോഷം. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി നീളേ താഴെ തളിരാർന്നു പൂവനങ്ങൾ മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തനാൾ മധു തേടി പോയി. അത്രേ ഉള്ളൂ. സൂപ്പർ, അടിപൊളിയായിട്ട് വോയിസ് ഭയങ്കര അതല്ലേ. എന്തെങ്കിലും ആവട്ടെ, എന്തായാലും നമ്മുടെ സന്തോഷമല്ലേ അല്ലേ നമ്മൾ പാട്ടൊക്കെ കേൾക്കുന്നത്. അപ്പൊ നമ്മുടെ വേദി, നമ്മുടെ വീട്ടിലെ ഫംഗ്ഷൻ. അപ്പൊ നമ്മൾ പാട്ടും പാടും ഡാൻസും എല്ലാം ചെയ്യും. ശരിക്കും അങ്ങനെയല്ലേ വീട്ടിലെ ഫംഗ്ഷൻ. സത്യം, ഒരു ടെൻഷനില്ല, വീട്ടിൽ നമ്മൾ ഫംഗ്ഷൻ നടക്കുന്ന പോലെ. ഓക്കെ. അപ്പൊ എന്തായാലും ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും, ഞങ്ങളെ സ്നേഹിക്കുന്നവരും സ്നേഹിക്കാത്തവർക്കും എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഈ വർഷം ഒരു അടിപൊളിയായിരിക്കട്ടെ. ഓക്കെ. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ വിഷ്വൽസ് എക്സ്ക്ലൂസീവ്ലി 1-2 ടോക്സിലും നമ്മുടെ അമ്മയുടെ ഒഫീഷ്യൽ പേജിലും മാത്രമേ വരുന്നുള്ളൂ. അപ്പോ 2 ചാനൽസും എല്ലാവരും 1-2 ടോക്സും അമ്മയുടെ ഒഫീഷ്യൽ പേജും. അപ്പൊ എല്ലാരും കേട്ടല്ലോ, 1-2 ടോക്സും അമ്മയുടെ ഒഫീഷ്യൽ പേജും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, കാണണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ മമ്മൂക്കയും ലാലേട്ടനും സുരേഷ് ഏട്ടനും എല്ലാവരും ഉണ്ട്. പൊളിക്കണം നമുക്ക്. യെസ്. അജ്മി ചക്കി ഫ്രഷ് ആട്ട കൊണ്ടുള്ള ചപ്പാത്തി ഓരോ ഗോതമ്പ് മണിയും ന്യൂട്രീഷൻ ലോക്ക് ചെയ്ത് ഫൈബറിനാൽ സമ്പുഷ്ടമാണ്. അജ്മി ചക്കി ഫ്രഷ് ആട്ട കുടുംബത്തിന്റെ ആരോഗ്യത്തിന് ഒരു പ്രോമിസ്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. Ladies and gentlemen, this is your captain speaking. Brides of Maharani from Maharani Wedding Collections, Todupuzha. Every bride is a Maharani.